ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി. പുതിയ അംഗങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. മൻ കി ബാത്ത് ടാലന്റ് ഹണ്ട് പോലുള്ള വേദികൾ യുവജനതയുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അവസരമൊരുക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ. ഗുരുവന്ദനത്തിനെതിരെയുള്ള പരാമർശങ്ങൾ ദൗർഭാഗ്യകരമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ട്രെയിനുകളിലെ എല്ലാ കോച്ചുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. നവഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളും സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലെ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് രാജ്യസഭാംഗമായി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തത്. പ്രശസ്ത അഭിഭാഷകൻ ഉജ്ജ്വൽ ദേവ്റാവു നിഖം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല, ചരിത്രകാരി ഡോക്ടർ മീനാക്ഷി ജെയിൻ എന്നിവരാണ് രാജ്യസഭയിൽ അംഗങ്ങളാകുന്ന മറ്റ് പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 പേരെയും അഭിനന്ദിച്ചു. സി സദാനന്ദൻ മാസ്റ്ററിന്റെ ജീവിതം ധൈര്യത്തിന്റെയും അനീതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെയും പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച വലിയ ദൗത്യമായാണ് രാജ്യസഭാ അംഗത്വത്തെ കാണുന്നതെന്ന് സദാനന്ദൻ മാസ്റ്റർ ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു. ഇത് സത്യത്തിൽ പാർട്ടി ഏൽപ്പിച്ച വലിയൊരു ദൗത്യം എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. ഞാനതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. വികസിത ഭാരതം എന്ന മോദിജിയുടെ സ്വപ്നം, അതിന് അനുഗുണമായി വികസിത കേരളം എന്ന സങ്കല്പം, ആ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് പാർട്ടി കാര്യകർത്താക്കളുടെ ഒരു ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാനുള്ള ഒരവസരം എന്ന നിലയ്ക്കാണ് ഈ ഒരു നിയോഗത്തെ ഞാൻ കാണുന്നത്. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് കഴിവുള്ള യുവജനതയെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് മൻ കി ബാത്ത് ടാലന്റ് ഹണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ. മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കി മേര യുവ ഭാരത് സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് സീസൺ 5ന്റെ ഫൈനൽ മത്സരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കഴിവും നേതൃപാഠവുമുള്ള യുവജനങ്ങളെ രാഷ്ട്രവികസനത്തിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിന് കരുത്തേകുന്നതാണ് ഈ ഉദ്യമമെന്നും ശ്രീമതി രക്ഷ നിഖിൽ ഖഡ്സെ പറഞ്ഞു. ഗുരുവന്ദനത്തിനെതിരെ വന്ന പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. ബാലഗോകുലത്തിന്റെ കനക ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുരുഭക്തിയും ഗുരുവന്ദനവും നമ്മുടെ മഹത്തായ സംസ്കാരത്തിന്റെ അഭിവാജ്യ ഘടകമാണെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം പാദപൂജ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മൂന്നാറിൽ റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. മൂന്നാർ ന്യൂ നഗറിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപത്ത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 154 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 165 പേർ അറസ്റ്റിലായി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൻ MDMA വേട്ട. 227 ഗ്രാം MDMA ആണ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കരുനാഗപ്പള്ളി തൊടിയൂർ മടത്തിൽ വടക്കതിൽ അനന്തുവാണ് പിടിയിലായത്. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് NDMA കണ്ടെടുത്തത്. പ്രതിയുടെ വീട്ടിലെ മേശയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 15 ലക്ഷം രൂപയോളം വില വരുന്ന രാസലഹരി. ലഹരി മരുന്ന് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും NDMA വാങ്ങി ജില്ലയിൽ മൊത്തക്കച്ചവടം നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് CP പറഞ്ഞു. വിവിധ തരം കൃഷികളെയും കൃഷിരീതികളെയും അടുത്തറിയാൻ ഫാം ടൂർ ഒരുക്കി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത്. 11ാം മലബാർ റിവർ ഫെസ്റ്റിവലിലെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായാണ് ഈ ഏകദിന യാത്ര. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓരോ കൃഷിയിടത്തെയും ഓരോ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുക വഴി കർഷകരുടെയും നാടിന്റെ പൊതുവായുള്ള വരുമാന വർധന ലക്ഷ്യമിട്ടാണ് ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിലുള്ള ക്യാപ്റ്റ് സൊസൈറ്റിയുടെ കീഴിൽ നടത്തിവരുന്ന ഫാം ടൂറിസം പദ്ധതി. ഇതിന്റെ ഏറ്റവും ജനകീയവും ആകർഷകമായ പതിപ്പാണ് ഇപ്പോൾ തിരുവമ്പാടി പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്നത്. കാഴ്ചയുടെ മനോഹാരിതക്കും മാനസിക ഉല്ലാസത്തിനുമൊപ്പം കൃഷി സംബന്ധമായ ആധികാരിക പഠനവും യാത്രയിലൂടെ സാധ്യമാകുന്നു.
തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മികത്വത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നു. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ഇന്നു രാത്രി 10 നടയടയ്ക്കും. കർക്കിടക മാസ പൂജകൾക്കായി ഈ മാസം 16 നട തുറക്കും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി. വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വിളക്ക് കൊളുത്തി മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 80 ദിവസം നീളുന്നതാണ് ഇത്തവണത്തെ വള്ളസദ്യക്കാലം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രെയിനുകളിലെ എല്ലാ കോച്ചുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. 74,000 കോച്ചുകളിലും 15,000 ലോക്കോമോട്ടീവുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുമതി നൽകി. യാത്രക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കും വിധം കോച്ചിനുള്ളിൽ വാതിലുകൾക്ക് സമീപമായിരിക്കും ക്യാമറകൾ സ്ഥാപിക്കുക. കർഷകർക്ക് മതിയായ അളവിൽ ഗുണനിലവാരമുള്ള വളം ലഭ്യമാക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗുണനിലവാരമില്ലാത്ത വളങ്ങളുടെ വിൽപ്പന, സബ്സിഡി, വളങ്ങളുടെ കരിഞ്ചന്ത, നിർബന്ധിത ടാഗിംഗ് പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രമന്ത്രി കത്തെഴുതി. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെയും ആക്സിയം 4 ദൌത്യത്തിലെ മറ്റ് 3 ക്രൂ അംഗങ്ങളുടെയും മടക്കയാത്ര നാളെ ആരംഭിക്കും. വൈകുന്നേരം 4:30 അൺഡോക്കിംഗ്. ISROയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി നരിയംപാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്തലക്ഷ്മി S. ശുഭാംശു ശുക്ലയുമായി സംവദിച്ച അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് അനന്തലക്ഷ്മി. റോക്കറ്റ് വിക്ഷേപണത്തെ പറ്റിയും ആക്സിയം 4 എന്ന ദൗത്യത്തെ പറ്റിയുമുള്ള ക്ലാസുകൾക്കും മ്യൂസിയ വിസിറ്റിന് ശേഷവുമാണ് ശുഭാംശു ശുക്ലയുമായി സംവദിക്കാനുള്ള അവസരം കിട്ടിയത്. ശുഭാംശു ശുക്ലയുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലിരുന്ന് ചെയ്യുന്ന പ്രവർത്തികളെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയും വ്യായാമത്തെ പറ്റിയും അദ്ദേഹം ചെയ്യുന്ന പരീക്ഷണങ്ങളെ പറ്റിയുമൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ. വളരെ വ്യക്തമായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം ഉത്തരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. വനം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഇനി ഓൺലൈനായി ബുക്ക് ചെയ്യാം. ഇതിന്റെ ഭാഗമായി വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കേരള വനം വകുപ്പിന്റെ പുതിയ കേന്ദ്രീകൃത ഇക്കോ ടൂറിസം വെബ് പോർട്ടൽ പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. സംസ്ഥാനത്ത് 80 ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വെബ്സൈറ്റിന്റെ സേവനം ലഭ്യമാണ്. പ്രവേശന ടിക്കറ്റുകൾ മുതൽ ട്രെക്കിങ്ങിനും ബോട്ടിങ്ങിനുമുള്ള ടിക്കറ്റുകൾ വരെ ഓൺലൈനായി ബുക്ക് ചെയ്യാം. വ്യത്യസ്തമായ പാക്കേജുകളും ലഭിക്കും. ബുക്ക് ചെയ്തവർ റദ്ദ് ചെയ്യാനും തുക തിരികെ ലഭിക്കാനുമുള്ള സൗകര്യങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. വനശ്രീ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സൗകര്യമുണ്ട്. ടിസർ ടെക്നോളജീസ്, സംസ്ഥാന വനവികസന ഏജൻസി എന്നിവയുടെ സഹകരണത്തോടെയാണ് പോർട്ടൽ തയ്യാറാക്കിയത്. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റിന്റെ 4ാം ദിനത്തിൽ ഇന്ത്യക്കെതിരെ 2ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 4 വിക്കറ്റിന് 117 റൺ എന്ന നിലയിലാണ്. പയ്യന്നൂരിൽ നടന്നുവരുന്ന തുരീയം സംഗീതോത്സവം സമാപനത്തിലേക്ക്. സമാപന സമ്മേളനത്തിൽ വിദ്യാധരൻ മാസ്റ്റർ തുരീയം സുവർണ കീർത്തി മുദ്ര പുരസ്കാരം സമ്മാനിക്കും. തുടർച്ചയായ 111 ദിവസം പയ്യന്നൂരിനെ സംഗീത സാന്ദ്രമാക്കിയ ആഘോഷത്തിനാണ് തിരശീല വീഴുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിന്നുള്ള C. സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി. പുതിയ അംഗങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. മൻ കി ബാത്ത് ടാലന്റ് ഹണ്ട് പോലുള്ള വേദികൾ യുവജനതയുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അവസരമൊരുക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ. ഗുരുവന്ദനത്തിനെതിരെയുള്ള പരാമർശങ്ങൾ ദൗർഭാഗ്യകരമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ട്രെയിനുകളിലെ എല്ലാ കോച്ചുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. നവഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.